ഈ രണ്ടോ മൂന്നോ അക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ചില നേതാക്കന്മാർ നമുക്കുണ്ട്. EMS, AKG, ഇപ്പോൾ ഇതാ സഖാവ് VS ഇപ്പോൾ സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ്. VSനെ കുറിച്ച് G ശക്തിധരൻ എഴുതിയ ഒരു ഫേസ്ബുക്കിലെ ഒരു അല്പഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഋഷിമാർ ആഗ്രഹിക്കുന്ന സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ് സഖാവ് VS എന്നത് ഇനി തുറന്നു പറയാതിരിക്കാനാകില്ല. ദീപ്തമായ കണ്ണുകൾ അടയാൻ അധികം സമയം വേണ്ടി വരില്ലെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പ്രവചിക്കുന്നത്. പക്ഷേ VS അകക്കണ്ണുകൊണ്ടെല്ലാം കാണുന്നുണ്ടാകും, ക്രാന്തദർശിത്വം കൊണ്ടെല്ലാം അതിക്രമിച്ച് വിലയിരുത്തുന്നുണ്ടാകും. അഭൗമ ചൈതന്യമുള്ള സമയോചിതമായി പ്രവർത്തിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ കേരളത്തിനു ബാക്കി വെച്ചാണോ VS കടന്നു പോകുന്നതെന്ന് ആർക്കറിയാം. ഇത് ആ കുറിപ്പ് തുടരുന്നുണ്ട്. പക്ഷേ എത്ര ആ ഒരു വലിയൊരു ഉരുൾപൊട്ടൽ ബാക്കി വെച്ചാണ് അകക്കണ്ണുകൊണ്ട് VS എല്ലാം കാണുന്നുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഭൂമിക്കൊരു ചരമഗീതത്തിൽ ഒരുപക്ഷെ ONV എഴുതിയ ആ വരികളെ അനുസ്മരിപ്പിക്കുന്ന വരികളാണിത്. നമ്മളിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പിൻബലം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന നൂലേണിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനാണിപ്പോൾ VS എന്ന് പറയുന്ന ശക്തനായ പടയാളിയുടെ പോരാളിയുടെ അവസാന നാളുകൾ. സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് നല്ലതാണ്. ഈ നരകം ഒന്നും ഈ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമൊക്കെ തനിക്ക് വേണ്ടി മരണത്തോട് ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ചൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവിലിങ്ങനെ കഴിയുകയാണ്. ഒരു ചിരഞ്ജീവി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒടുങ്ങാത്ത പോരാട്ട വീര്യം വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹമേറ്റ കൊടിയ മർദ്ദനങ്ങൾ പുന്നപ്ര വയലാർ സമരത്തോടനുബന്ധിച്ച്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൽക്കട്ട തേസിസിനെ തുടർന്ന് നിരോധിച്ചപ്പോൾ ഏറ്റ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ നിരന്തരമായിട്ടുള്ള ഈ സഞ്ചാര പഥങ്ങൾ, അതൊക്കെ തന്നെ വെച്ച് പോരാട്ടം, അതുണ്ടാക്കുന്ന ടെൻഷൻ, പ്രഷർ, പാർട്ടിയിൽ തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ പേരിൽ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ, പാർട്ടിയിലെ നമ്പർ 1-നെതിരെ പോലും പറയാൻ മടിക്കാത്ത പാർട്ടി സെക്രട്ടറി, അഴിമതിക്കെതിരെ പോരാടിയ, അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായാൽ പോലും പോരാടിയ, സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ, ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലി എന്ന് പറയുന്ന അന്നത്തെ പ്രഭാവനായിട്ടുള്ള നേതാവിനെതിരെ ഇടവേളകളില്ലാതെ സമരം ചെയ്ത് ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച, ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള ചെയ്ത അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം ചെയ്ത് ഒറ്റപ്പെട്ടിട്ടും അവിടെ കടന്ന് പോരടിച്ച ഒരു നേതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് എത്ര? ആ ശക്തി എന്ന് പറയുന്നത് ഒരു മഹാകാശത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി സ്തംഭമാണ് ഇപ്പോൾ സ്തംഭിച്ച് ഈ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ കിടക്കുന്നത്. പിണറായി വിജയനൊക്കെ അദ്ദേഹത്തെ SUT ആശുപത്രിയുടെ ഇടനാഴികളിൽ പോയി കണ്ടിട്ട് തിരിച്ചു പോന്നു. MA ബേബി പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി, അതല്ലേ ദേശീയ ജനറൽ സെക്രട്ടറിയും അങ്ങനെ തന്നെ കണ്ടുമടങ്ങി. നേതാക്കളെല്ലാം കണ്ടുമടങ്ങും. ഇനിയിപ്പോൾ സംഭവിക്കാനും പോകുന്ന ഒരു കാര്യം വിജയനാഥേ, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നോക്കൂ, നിശബ്ദരായിരിക്കുകയാണ്. ഇന്ന് പണിമുടക്കാണ്, പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഞാൻ അനുചിതമാണെന്ന് തോന്നരുത്, VS ഇന്ന് മരിക്കുകയാണെങ്കിൽ ഈ പണിമുടക്കിനെയൊക്കെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അതെങ്ങനെ മറ്റുള്ള ഇടുക്കിയിലെ ചെറിയ ഡാമുകളെ തകർത്തുകൊണ്ട്, സ്പില്ലേജുകളെ തകർത്തുകൊണ്ട്, തണ്ണീർമുക്കം ബണ്ടിനെയും തകർത്തുകൊണ്ട് 5 ജില്ലകളിലേക്ക് പരന്നൊഴുകും എന്ന് പറയുന്ന പോലെ പണിമുടക്കിനെ കാറ്റിലെറിഞ്ഞുകൊണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കും, ആളുകൾ നിരത്തിലിറങ്ങും. അവസാനത്തെ അഭിവാദ്യം VSന് അർപ്പിക്കാൻ വേണ്ടി ഇറങ്ങും. പണിമുടക്കിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടിറങ്ങും, ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട്. കാരണം അത്രത്തോളം കേരളത്തിൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നേതാവാണ് ഇപ്പോൾ SUT ആശുപത്രിയിൽ മല്ലടിച്ചുകൊണ്ട് കഴിയുന്നത്. ഇത് കാണാതിരിക്കാൻ വേണ്ടിയാണോ? എനിക്കൊരു സംശയം. പറയുന്നത് ക്രൂരതയൊന്നുമല്ല. പിണറായി വിജയൻ ഈ സമയത്ത് ചികിത്സ തേടി പോയെന്ന് എനിക്ക്. പക്ഷേ ഒരു പിണറായി വിജയനെ അദ്ദേഹത്തിനെതിരെ കാരണം പോരാടിയവരെ ആരും വെറുതെ വിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരെ ആദ്യമായിട്ടുള്ള ചൂണ്ടുവിരൽ ഉയർന്നത് VSൻ്റേതാണ്.
അദൃശ്യനായിട്ടുള്ള പിണറായി വിജയനെതിരെ ആദ്യം അതിന് ധൈര്യം കാണിച്ചത് പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നുള്ള VS ആണ്. പത്രക്കാരോടന്ന് അദ്ദേഹം പറഞ്ഞു, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പിണറായിയും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തുറന്നു പറഞ്ഞ ആൾ. ഇപ്പോൾ വിജയനാഥ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ ഇതുപോലുള്ള ചരമ യാത്രയ്ക്ക് അന്ന് പിണറായി ഉണ്ടായിരുന്നില്ല, അന്നും ഇതുപോലൊരു ചികിത്സയ്ക്കാണ് പോയത്. വേറൊരു സാങ്കത്യം കൂടിയുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാനത് പറയുകയല്ല, പക്ഷേ വിജയനാഥിനെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്തെന്ന് മാത്രം അനലൈസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് അസഹ്യവും അതിലൊരു അസൂക്ഷ്മതയും ഉള്ള നേതാവാണ് അദ്ദേഹം എന്നതുകൊണ്ടും, കോടിയേരിയുടെ മരണാനന്തര യാത്രയിൽ അദ്ദേഹം സാക്ഷിയായില്ല എന്നുള്ളതുകൊണ്ടും, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായി തിരക്കിട്ട സാക്ഷി. അത് മൂന്നാമത്തെ ഒരു കാരണം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പോയിരിക്കുന്ന ചികിത്സയ്ക്കല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇത് ഡെയിലി റുട്ടീൻ ചെക്കപ്പ് എന്നാണ് അതിന് ക്ലിനിക്കൽ ഭാഷയിൽ പറയുന്നത്. അത്തരം ഒരു റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി, പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് മാത്രമാണ്, പോകേണ്ടത് തന്നെയാണ്. പക്ഷേ VS എന്ന് പറയുന്ന ഈ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടിയുടെ പ്രണേതാവായിട്ടുള്ള ഒരാളിൻ്റെ മരണം അങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കെ അത് വേണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു. അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ് തകർന്നു വീണ്, കെട്ടിടം തകർന്നു വീണ് കേരളം പ്രക്ഷുബ്ധമായ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചെക്കപ്പ്, വിജയനാഥ ഈ ചെക്കപ്പൊക്കെ ഒന്നും പറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഈ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് വീഡിയോ വഴി ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിട്ട് മാറി. അത്രമാത്രം അതിൻ്റെ ടെക്നോളജികളൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇന്ന് വിചാരിച്ച് പിണറായി വിജയൻ ഇതുപോലെ ഒരു അവസ്ഥയിൽ, ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലരൊക്കെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളൊരു നേതാവാണ് ഇവിടെ കിടക്കുന്നതെന്ന് ഓർക്കണം. സ്വന്തം ജീവൻ്റെ വില കൊടുത്ത്, ജീവൻ്റെ വിലയുള്ള ജാഗ്രതയോടുകൂടി അവരെ സംരക്ഷിച്ച ഒരു നേതാവാണ് ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നത്. എന്താ പറഞ്ഞത്? സ്വച്ഛന്ത മൃത്യു. അതിലൊരു തീരുമാനമുണ്ടായിട്ട് പോരായിരുന്നു. മെഡിക്കൽ കോളേജിലെ മരണത്തിൻ്റെ കാര്യത്തിലൊരു അന്തിമ തീരുമാനമുണ്ടായിട്ട് പോരായിരുന്നു. അന്ത്യനിമിഷങ്ങളിൽ VSനെ കൈവിട്ട് അമേരിക്കയ്ക്ക് പോകണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ചില കാര്യം എനിക്ക് വിജയനാഥെ അതിന് ഉത്തരവില്ല. അതായത് MN വിജയൻ പറഞ്ഞതുപോലെ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയാലും കുട്ടി ഉന്നയിച്ച ചോദ്യം ഇവിടെ നിൽക്കും. VS ഉന്നയിച്ച നിരവധി ചോദ്യങ്ങളുണ്ട് ഇവിടെ. VS പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലതും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അതുപോലെ തന്നെ MN വിജയൻ പറഞ്ഞ വളരെ പ്രസക്തമായിട്ട് ചേർത്ത് വായിക്കാവുന്ന ഒന്നുണ്ട്. വിരിയാത്ത മുട്ട ആണ് അച്ചടക്കമെന്ന് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വിരിയുന്ന മുട്ട, ആ അച്ചടക്കമില്ലാത്ത മുട്ടയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞതുപോലെ വിരിയുന്ന മുട്ടയായിരുന്നു VS അച്യുതാനന്ദൻ. എന്നാൽ ഇപ്പം നമ്മൾ പാർട്ടിയിൽ കാണുന്നത് പിണറായി വിജയൻ്റെ ഭാഗത്ത് എന്തു തെറ്റുണ്ടായാലും പ്രതികരിക്കാതിരിക്കുന്ന, കല്ലെ പിളർക്കുന്ന കൽപ്പനകളെ അനുസരിക്കുന്ന നിഷ്പന്ദരായിട്ടുള്ള വ്യക്തികളെയാണ്. അത് വിരിഞ്ഞ മുട്ടകളല്ല, ചീഞ്ഞ മുട്ടകളാണ്. അതാണ് ആ പാർട്ടിക്ക് നാറ്റമുണ്ടാക്കുന്നതും ദുഷിപ്പിക്കുന്നതും എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് ബോധ്യമായ സത്യമായിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. G ശക്തിധരന്റെ ആ കുറിപ്പിന്റെ അവസാന ഭാഗം കൂടെ ഞാൻ വായിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. VSനെ ചവിട്ടി താഴ്ത്താൻ കച്ചകെട്ടി നിൽക്കുന്ന വ്യാഘ്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ചു മാറി നിൽക്കുന്നുണ്ട്. VSനെ മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയായിരിക്കണം എന്ന കുരുട്ട് ബുദ്ധിയാകാം അദ്ദേഹത്തെ US തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത്. കോടാനുകോടി ജനങ്ങൾ നൃശംസനെ ഭയന്ന് മാറി നിന്നാലും ചരിത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും, ഓൾഗയായി, ഗംഗയായി, ഭാരതപ്പുഴയായി. മനോഹരമായ കവിത തുളുമ്പുന്ന വാക്കുകൾ എന്ന് പറയേണ്ടി വരുന്നു. വിജയനാഥിൻ്റെ അഭിപ്രായമല്ല അപ്പോൾ ഇത്, G ശക്തിധരൻ്റെ അഭിപ്രായമാണല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് പറയുന്ന ആദ്യത്തെ ആളല്ല വിജയനാഥ്, രണ്ടാമത്തെ ആളാണ്. ഓക്കെ, ഇനി ഞാൻ G ശക്തിധരൻ ആരാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താം. ദേശാഭിമാനി 2 ശക്തിധരന്മാരാണ് ഉള്ളത്. അതിലൊരു G ശക്തിധരനാണ്. ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ, ഡൽഹിയിലെ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആ ഭംഗി കൊണ്ട്, ഇതുപോലത്തെ ഇടിമുഴക്കം ഉള്ള വാക്കുകൾ കൊണ്ട് ഞാനത് വായിക്കുമായിരുന്നു. അല്ലെ സത്യം
എത്രമാത്രം ഉണ്ടെന്നല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ. നല്ല ഒന്നാം തരം ഭാഷ, ഇടിമുഴക്കമുള്ള ഭാഷയായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് പിണറായി വിജയൻ്റെ ഈ വലതു ചായ്വിന് എതിരായിട്ട് ജനശക്തി എന്നൊരു പ്രസിദ്ധീകരണം ആരംഭിച്ച് അതിൽ പതിവായിട്ട് എഴുതുമായിരുന്നു. ആ ജനശക്തിയിൽ അദ്ദേഹത്തിന് പലതവണ നമ്മുടെ സംവാദത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം വേറൊരാളാണ് വന്നത്, സുഗതൻ എന്ന് പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു മാർക്സിസ്റ്റുകാരനാണ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം പതിവായിട്ട് അതിൽ എഴുതുന്ന ലേഖനങ്ങൾ വളരെ ഇതുപോലെ ആഴത്തിലുള്ള. ഞാനിനി ഒരു കാര്യം കൂടെ പറയാം. ഈ ദേശാഭിമാനി തന്നെ ഇരുന്ന ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം സുഹൃത്താണ്, നല്ല മനുഷ്യനുമാണ്. പക്ഷേ ഈ ജി ശക്തിധരൻ്റെ ഭാഷയുടെ ഔചിത്യം, ആഴം, അഗാധത ഇതൊന്നുമില്ലാത്ത ആൾക്കാണ്. ദേശാഭിമാനി തന്നെ ഉണ്ടായിരുന്ന ആളാണ് പ്രഭാവർമ്മയും. അദ്ദേഹം മിടുക്കനാണ്, നല്ലൊരു കവിയും കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം എഴുതിയിരുന്നുവെങ്കിലും എങ്ങും തൊടാത്ത എഴുത്തും ഒരു പത്രപ്രവർത്തകൻ്റെ പരപ്പുണ്ടായിരിക്കാം, ആഴമില്ലാത്ത ആളുമായിരുന്നു ജി ശക്തിധരൻ എന്ന് പറയുന്ന ആഴം. അതുപോലെ തന്നെ പലരും ദേശാഭിമാനിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നവരെല്ലാം ഈ പിണറായിസത്തിനെതിരെ പാർട്ടി വിട്ട് പോയവരാണ്. അവർ ആദർശ ആത്മാക്കളാക്കിയിരിക്കുന്നത് സഖാവ് EMSനെ, AKGയെ, അതുപോലെ തന്നെ ഈ VS അച്യുതാനന്ദനെയുമാണ്. അതുകൊണ്ടാണ് ഈ ഭാഷ ഇത്രയധികം നമ്മളെ മനസ്സിനെ മഥിക്കുന്ന ഒന്നായിട്ട് കൂടി മാറുന്നത്. എന്തായാലും VSന് അമൃതശാന്തിയും അതുപോലെ തന്നെ സ്വച്ഛന്ത മൃത്യുവും ആശംസിച്ച് നമ്മുടെ സമയം വൈകിയതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.